അത് പോത്തീസിന്റെ കൂടിനകത്തിട്ട് അത് വേറൊരു ബാഗിനകത്ത് വെച്ച് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൊണ്ട് നടക്കുന്നത്. അത് നല്ലതാ, സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് നല്ലതാ. അപ്പോ സാധാ ഒരു വിശ്വാസിക്ക് ഒരു സത്യവേദ പുസ്തകം മാത്രം മതി അവർക്ക് ആത്മീയ ജീവിതം നയിക്കാൻ. പക്ഷെ നിങ്ങളിപ്പോ സാധാ വിശ്വാസികളല്ല, നിങ്ങൾ ബൈബിൾ വിദ്യാർത്ഥികളാണ്, ബൈബിൾ പഠിതാക്കളാണ്. അതാ പറയേണ്ടത്. അതാ ഞാൻ പറഞ്ഞ ആ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊക്കെ അങ്ങനെ പറയുകയും ചെയ്യും. പറഞ്ഞു വന്ന ഇതാണ് സഭയും ഉപദേശങ്ങളും, ദ ചർച്ച് ആൻഡ് ദ ഡോക്ട്രിൻസ്. അതാണ് വിഷയം. ദ ചർച്ച് ആൻഡ് ദ ഡോക്ട്രിൻസ്, സഭയും ഉപദേശങ്ങളും. ദി ചർച്ച് ആൻഡ് ദ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഇച്ചിരി വിശദമായിട്ട് എഴുതാം. സഭയും അടിസ്ഥാന ഉപദേശങ്ങളും എന്ന് വേണം എഴുതാം. ഇനി ദ ചർച്ച് ഓർ ദി ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് അങ്ങനെ വേണം എഴുതാം. സഭയും ക്രിസ്തീയ ഉപദേശങ്ങളും. ഇത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് സഭ എന്താന്ന്. നമുക്കിപ്പോഴും നല്ല പൊരുളില്ല സഭ എന്താണെന്നുള്ളതിനെ കുറിച്ചും നല്ല ഒരു അറിവില്ല. സഭ എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിലെ മലയാളത്തിൽ നിങ്ങൾ ശബ്ദധാരാവലി എടുത്തു നോക്കിയ, ശബ്ദധാരാവലി അറിയാമല്ലോ, മലയാളത്തിന്റെ ഏറ്റവും ആധികാരികമായ ലെക്സിക്കൻ ഡിക്ഷണറിയാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എഴുതിയ ശബ്ദധാരാവലി. നമ്മളെ കോളേജിലും പ്രൊഫസർമാരും എഴുത്തുകാരും പണ്ഡിതന്മാരും ഒക്കെ മലയാള ഭാഷ പഠിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന പുസ്തകമാണ് മലയാളം ശബ്ദധാരാവലി. ആ ശബ്ദധാരാവലി എടുത്തു നോക്കിയാലേ അതിൽ എഴുതിയിരിക്കുന്നത് അനേകം പേർ ഒന്നിച്ചു കൂടുന്നതും എല്ലാവരും ഒരേ നിലയിൽ ശോഭിക്കുന്നതുമായ സ്ഥലമാണ് സഭ എന്നാണ്. അനേകം പേർ ഒരുമിച്ച് കൂടുന്നതും എല്ലാവരും ഒരേ നിലയിൽ ശോഭിക്കുന്നതുമായ സ്ഥലം, അതാ സഭ. സത്യത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ സാധാരണ സഭ എന്ന് പറയുന്നത്. ഒരുമിച്ച് കൂടുന്ന കൂട്ടം. സത്യത്തില് ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് നമുക്കറിയാം ഗ്രീക്ക് സംസ്കാരത്തിലാണ്. അപ്പൊ ഗ്രീക്ക് ഭാഷയിലും സംസ്കാരത്തിലും ഒരു രാഷ്ട്രീയ സദസ്സിനെയാണ് സത്യത്തിൽ സഭ എന്ന് പറഞ്ഞു തുടങ്ങിയത്. സഭ എന്ന് പറഞ്ഞു തുടങ്ങിയത് രാഷ്ട്രീയമോ നീതിന്യായപരമോ ആയ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് ഒരു ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിലെ മുഴു പൗരന്മാരെയും വിളിച്ചു കൂട്ടുന്ന ചില കൂടിവരവുകളുണ്ട്. അതിനെയാണ് ഗ്രീസിൽ ഏതാണ്ട് ഒരു BC 4-5 നൂറ്റാണ്ടുകളിൽ തുടങ്ങി സഭ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഗ്രീക്കിൽ സഭയെന്നല്ല വിളിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പദം, ഗ്രീക്ക് പദം എക്ലീസിയ. എക്ലീസിയ എന്ന പദമാണ് സഭയെന്ന് ഗ്രീക്കിൽ പറഞ്ഞു തുടങ്ങിയത്. ഇംഗ്ലീഷിൽ എഴുതുന്നവരെ ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. EKKLESIA. EKKLESIA. എക്ലീസിയ. ഇനി ഈ കേക്കെന്ന് എഴുതിയാലും ഈ CC എഴുതിയാലും ശരിയാ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ എളുപ്പത്തിനാ. കാരണം ഈ CC എഴുതിയാൽ ചിലപ്പോ നിങ്ങൾ എക്സ്ലീസിയ എന്ന് വായിച്ചു പോകണ്ടല്ലോ നിങ്ങളുടെ. കാരണം ഇത് വേറെ ഭാഷയിലെ പദമല്ലേ, നമുക്ക് വായിച്ചാൽ മതി, അല്ലാതെ ഇംഗ്ലീഷിലല്ല അതിന്റെ സ്പെല്ലിങ്. എക്ലീസിയ. അപ്പൊ ഗ്രീസിൽ BC 5-4 നൂറ്റാണ്ടുകളിലൊക്കെ ചില പ്രത്യേക വിഷയങ്ങൾ, രാഷ്ട്രീയമോ നീതിന്യായപരമോ ജുഡീഷ്യലായി ഒരു തീരുമാനമെടുക്കണം എന്ന് വെച്ചോ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്റ്റേറ്റ്
അപ്പൊ ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞ ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യമുണ്ടല്ലോ, ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യങ്ങൾ നമ്മൾ ഇപ്പൊ ഇന്ത്യ പല സ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നത് പോലെ ഗ്രീസ് പല പോലിസുകളായിട്ട് വിളിച്ചിരിക്കുക. പോലിസ് POLIS എന്ന് എഴുതിക്കോ, പോലിസ്. നമ്മുടെ സ്റ്റേറ്റ് ഇല്ലേ, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുകയല്ലേ, ഇപ്പൊ കേരള സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിപ്പമൊന്നുമില്ല, കാരണം ഗ്രീസ് ചെറിയ രാജ്യമാണ്. അപ്പൊ ഗ്രീസിലെ പോലീസുകളിൽ സിറ്റി സ്റ്റേറ്റിനെ വിളിക്കുന്ന പോലീസുകൾ, ഈ പോലീസുകളിൽ ചില പ്രത്യേക നീതിന്യായപരമോ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അവരെയെല്ലാം വിളിച്ചു കൂട്ടും. അപ്പൊ അവിടെയുള്ള എല്ലാ ആളുകളും ആ ഒരു പോലീസിലുള്ള, ആ ഒരു സ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. അതിനെയാണ് സത്യത്തിൽ സഭ എന്ന് എക്ലീസിയ എന്ന് വിളിച്ചു തുടങ്ങിയത്. എക്ലീസിയ. അപ്പൊ ഈ എക്ലീസിയ എന്നുള്ള പദം ബൈബിളിലല്ല ആദ്യം ഉപയോഗിച്ചത്, അത് ഗ്രീസിൽ ഉണ്ടായിരുന്ന ഒരു പദമാണ് കേട്ടോ. അപ്പോ പഴയ നിയമത്തിൽ സഭകൾ ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പഴയ നിയമത്തില് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുകാന്ന് വെച്ചു. അങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുമ്പം അവരെയും സഭയെന്നാണ് വിളിച്ചിരുന്നത്. എബ്രായ ഭാഷയിൽ സഭയെന്ന് നമ്മുടെ മലയാളം അല്ല വിളിച്ചിരുന്നത്, കഹൽ എന്നൊരു പദമാണ് അവർ വിളിച്ചത്. കഹൽ എന്ന് എഴുതുന്നത് ഞാൻ സ്പെല്ലിങ് പറഞ്ഞുതരാം. QUHAL, കഹൽ. പഴയ നിയമത്തിൽ പലയിടത്തും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഞാനെടുത്ത് വായിപ്പിക്കുന്നില്ല, ഞാൻ റെഫറൻസുകൾ ഒന്ന് തരാൻ വേണമെങ്കിൽ ഒന്ന് കുറിച്ചിട്ടോ. ഉൽപ്പത്തി പുസ്തകം 49:6, ഉൽപ്പത്തി 49:6, സംഖ്യ 22:4, ആവർത്തനം 4:10, 9:10, 10:4, ഇനിയുണ്ട്. ഇത്രയെണ്ണം അത്യാവശ്യം നിങ്ങളൊന്ന് കുറിച്ച് വെക്കുക. ഇവിടെയൊക്കെ നോക്കിയാൽ ഈ കഹൽ എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത് എന്തിനാ കഹൽ എന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ടവർ, അതായി കഹൽ എന്ന പദത്തിന്റെ അർത്ഥം. കഹൽ അത് രാജ്യത്തെ ഏതെങ്കിലും തീരുമാനമെടുക്കുന്നതിനോ രാജ്യത്തെ ചില പ്രത്യേക തീർപ്പുകൾ, പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനോ ഒക്കെ വേണ്ടി രാജാക്കന്മാർ പഴയ കാലഘട്ടങ്ങളിൽ വിളിച്ചു കൂട്ടുന്ന ഔദ്യോഗിക സദസ്സ്. ചുമ്മാതെ നാട്ടിൻപുറത്ത് കുറച്ച് പേര്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ, ഇപ്പം ഒരു സ്ഥാനാർത്ഥി വന്നു, ആ നാട്ടിൽ നിന്ന് അവിടെ ഇവരെല്ലാം ഓടിക്കൂടുന്നു, അതിനെ സദസ്സെന്ന് വിളി, അതിനെ സഭയെന്നല്ല വിളിക്കുന്നത്. അപ്പോ മൈക്ക് കേട്ടു അല്ലേ, സ്ഥാനാർത്ഥി ഇതോ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ, കഴിഞ്ഞ ദിവസം കൊണ്ട് കഴിഞ്ഞതല്ലേ ഉള്ളു, നമ്മുടെ കരുത്തനും കർമ്മധീരനുമായ സ്ഥാനാർത്ഥി ഇതാ വരുന്നു എന്ന് പറയുമ്പം അടുത്തുള്ള വീട്ടിൽ ഇതെല്ലാം ആളുകൾ കൂടും. അതിനെ സഭയെന്ന് പറയുകയല്ല. സഭയെന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരായിരിക്കണം, ക്ഷണിച്ചു വരുത്തുന്നവരായിരിക്കണം. അല്ലാതെ ചുമ്മാറ് കൂടുന്ന ആൾക്കൂട്ടത്തെ എല്ലാം സഭയെന്ന് പറയുകയല്ല. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചെന്നാൽ അവിടെ ഒത്തിരി ആൾക്കൂട്ടമുണ്ട്, അതിനെ സഭയെന്ന് വിളിക്കുകയല്ല. ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ അവിടെ ഒത്തിരി ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു, അത് സഭയല്ല. കാരണം അവരെ ആരും നമ്മൾ വിളിച്ചു കൂട്ടിയതല്ല, അവരൊക്കെ അവരവരുടെ ആവശ്യത്തിന് വന്നോരാ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ടവരെയാണ് കഹൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ ആ പദം ഒന്ന് പഠിക്കണേ, കഹൽ. അവിടുന്ന് ആ സഭ വരുന്നത് സത്യത്തിൽ കഹൽ. പുതിയ നിയമത്തിലെ ആ പദമാണ് എക്ലീസിയ. പ്രത്യേകിച്ചും
നിങ്ങൾക്കറിയാമല്ലോ, BC 4-ാം നൂറ്റാണ്ടിൽ നമ്മുടെ എബ്രായ ബൈബിൾ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബൈബിൾ പഴയ നിയമം എബ്രായ ഭാഷയിലും ചില ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലും എഴുതിയിരുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ദാനിയേൽ പ്രവചനത്തിലെ ചില ഭാഗങ്ങളൊക്കെ അരാമ്യ ഭാഷയിലാണ് എഴുതിയത്. അരാമ്യ ഭാഷ, അരമേയ, അല്ലെങ്കിൽ നമ്മുടെ സുറിയാനി എന്നൊക്കെ പറയല്ലേ, അല്ലേ? സുറിയാനി, അങ്ങനെ സുറിയാനി ഭാഷയിൽ കുർബാന ചൊല്ലിയവരെയല്ലേ നമ്മൾ സുറിയാനിക്കാരെന്ന് പറയുന്നേ, അല്ലേ? സുറിയാനി ക്രിസ്ത്യാനി, അല്ലാതെ സിറിയെന്ന് വന്നവരൊന്നും അല്ല സുറിയാനിക്കാർ. ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയാ, ഞങ്ങള് സുറിയെന്ന് വന്നതാണ്. ഇവിടെ അവര് പിടുത്തുകാർ തന്നെയാ, കേരളീയർ തന്നെയാ. പിന്നെ അവരെ നമ്മൾ സുറിയാനി ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് അറിയാവോ? സുറിയാനി ഭാഷയിൽ അവര് കുർബാന ചൊല്ലി, അത്രയേ ഉള്ളൂ. ലത്തീൻ ഭാഷയിൽ കുർബാന ചൊല്ലിയവരെ ലത്തീൻ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കും. സുറിയാനി ഭാഷയിൽ ചൊല്ലിയവരെ നമ്മൾ സുറിയാനിക്കാരെന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നും തെറ്റിദ്ധാരണ വേണ്ട. സുറിയാനി എന്ന് പറഞ്ഞാൽ അതാ ഈ അരാമ്യ ഭാഷ, അരമയ. അത് നമ്മുടെ ഇസ്രയേൽ പണ്ട് പ്രവാസത്തിലോട്ട് പോയില്ലേ, യഹൂദയിലെ 20ാമത്തെ രാജാവായ സിദക്കിയാവിന്റെ കാലഘട്ടത്തില് നെബൂഖദ്നേസർ വന്ന് യെരുശലേം പിടിച്ചു, അല്ലെ? യെരുശലേം ദേവാലയമൊക്കെ തകർത്ത് അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം എടുത്ത് യെരുശലേമിലുണ്ടായിരുന്ന ആളുകളെ എല്ലാം പിടിച്ചോണ്ട് ബാബേലിലോട്ട് പോയി. ബാബിലോൺ എന്നൊക്കെ പറയുന്ന സ്ഥലം, ബാബിലോൺ എന്നാ ഇംഗ്ലീഷിൽ പറയുന്നത്, ബാബേലിലോട്ട് പോയി. അവർ ബാബേലിൽ ഏതാണ്ട് 10-70 വർഷത്തോളം താമസിച്ചിട്ടാണ് ആദ്യത്തെ ആളുകൾ തിരിച്ചു വരുന്നത്. രണ്ടാമത്തത് 100 വർഷത്തിന് ശേഷം, മൂന്നാമത്തെ വരവ് അതിലും കഴിഞ്ഞ. അപ്പൊ ശ്രദ്ധിക്കണേ, ആ ബാബേലിൽ ചെന്നപ്പോൾ അവർ സംസാരിച്ച ഭാഷയാണ് അരാമ്യ ഭാഷ. തെറ്റിദ്ധരിക്കരുത്, ബാബേലിന്റെ ഭാഷയാണ് സത്യത്തിലെ അരാമ്യ ഭാഷ. യഹൂദന്മാര് 10-70 വർഷം അവിടെ പോയി താമസിച്ചപ്പോൾ ആദ്യം പിടിച്ചോണ്ട് പോയ അപ്പന്മാരെല്ലാം മരിച്ചുപോയി. 70 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം മരിച്ചുപോയി. അപ്പൊ രണ്ടാമതൊരു തലമുറ ജനിച്ചു വന്നു. അവര് മിക്കവാറും ഒക്കെ ബാബേലിൽ ജനിച്ചോരാ, ബാബേലിൽ ജനിച്ച പിള്ളേര് വളർന്നു വന്നു. 70 വർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അല്ലേ? അപ്പൊ അവർക്കുണ്ടല്ലോ എബ്രായ ഭാഷ അറിഞ്ഞൂടാ. അവര് വർത്താനം പറയുന്നത് ബാബേലിലെ ഭാഷയെ അരാമ്യ ഭാഷയിലാ സംസാരിക്കുന്നത്, അരാമ്യ ഭാഷ. നമുക്കറിയാം, ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പൊ ഞാൻ ശുശ്രൂഷയ്ക്കൊക്കെ മിക്കവാറും ഇങ്ങനെ വട്ടം കറങ്ങുന്ന ആളായതുകൊണ്ട് നിങ്ങൾ ബോംബെയിലോ ഡൽഹിയിലോ ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വർഷങ്ങളായി താമസിക്കുന്ന മലയാളികളുണ്ട്. മലയാളി കോൺഗ്രിഗേഷൻ ബോംബെയിലൊക്കെയാണ് ഇഷ്ടം പോലെ മലയാളികൾ. മലയാളം അല്ലേ, അഹമ്മദാബാദിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ജോലിക്ക് പോയതാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അവിടേക്ക് ജോലി വാങ്ങിച്ചെന്ന ആളുകളൊക്കെ ഒന്നുകിൽ ഇപ്പം വൃദ്ധന്മാരായി, മുക്കാപ്പങ്കും മരിച്ചുപോയി. പിന്നെ അവരുടെ മക്കളൊക്കെ സത്യത്തിൽ അവിടെ ജനിച്ചു വളർന്നവരാ. അവര് വീട്ടിൽ അത്യാവശ്യം മലയാളം പറയും, പക്ഷേ ആ പിള്ളേർക്കൊന്നും മലയാളം എഴുതാൻ അറിയത്തില്ല. അവര് കൈകാര്യം ചെയ്യുന്നത് ഹിന്ദി, ഇംഗ്ലീഷുമാണ്. എന്റെ ബന്ധുക്കളുണ്ട്, എന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് പലരും അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ മലയാളം പറയുന്നതുകൊണ്ട് അവർക്ക് മലയാളം അറിയാം, മലയാളം പറയാൻ അറിയാം, വായിക്കാനും അറിയത്തില്ല, എഴുതാനും അറിയത്തില്ല. ഇതുപോലെ ഇസ്രയേൽ ജനത്തെ ബാബേലിലേക്ക് പിടിച്ചോണ്ട് പോയപ്പോൾ ബാബേലിൽ സംസാരിക്കുന്ന ഭാഷ അവർ സംസാരിക്കാൻ തുടങ്ങി. അത് അരാമ്യ ഭാഷ. അത് കാരണം ഈ മടങ്ങി വന്ന ജനമുണ്ടല്ലോ, 70 വർഷത്തിന് ശേഷം സെരുബാബേലിന്റെ നേതൃത്വത്തിലല്ലേ ആദ്യത്തെ മടങ്ങി വരവ്, അല്ലേ? പിന്നെ എസ്രായുടെ നേതൃത്വത്തിൽ, പിന്നെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ 3 മടങ്ങി വരവല്ലേ നടന്നേ. അങ്ങനെ മടങ്ങി വന്നവരെല്ലാം അരാമ്യ ഭാഷയാ സംസാരിച്ചത്. വേറൊരു തെറ്റും കൂടെ ഇപ്പൊ കാണിച്ചതെന്നറിയാമോ? അവർ എബ്രായ ഭാഷ പഠിച്ചു.
ഇബ്രായ ഭാഷ അവർക്ക് ആവശ്യമായിരുന്നല്ലോ മതപരമായ കാര്യങ്ങളിലേ. അവരവിടെ ചെന്നപ്പോഴും പാട്ട് പാടിയത്, ആദ്യം ചെന്നപ്പം പാട്ട് പാടാനൊക്കെ മടിച്ചു. നിങ്ങൾ വായിക്കുന്നില്ലേ 135 സങ്കീർത്തനത്തില് അവരുടെ കിന്നരൊക്കെ അലരി വൃക്ഷത്തെ തൂക്കിയിട്ടിട്ട് ഞങ്ങള് സിയോൻ ഗീർ ഇവിടെ വെച്ച് പാടുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചില്ലേ. പക്ഷെ അവിടെ ചെന്നത് എന്നും പാടാതിരിക്കാൻ ഒക്കുവോ? പിന്നെ അവര് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അപ്പൊ പാട്ട് പാടുന്നതും ദൈവജനം കേൾക്കുന്നത് എബ്രായ ഭാഷയില, പക്ഷേ അവർ സംസാരിക്കുന്ന അരാമ്യ ഭാഷയില. അപ്പം വേറൊരു പ്രശ്നം കൂടെ വന്നു. എബ്രായ ഭാഷ അരാമ്യ ഭാഷയുടെ ലിപി കൊണ്ട് അവരെഴുതാൻ തുടങ്ങി. അത് കാരണം എന്ത് ചെയ്യുന്നറിയാമോ, ബാബേലിൽ നിന്നും മടങ്ങി വന്നവർക്ക് ഒരു തെറ്റുപറ്റി. ഒറിജിനൽ എബ്രായ ഭാഷയുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ആലിഫ്, ബെയ്ത്ത്, ഗീമല്, ദാലത്ത്, ഹേ, അങ്ങനെയാണല്ലോ എബ്രായ ഭാഷയുടെ അക്ഷരമാല കിടക്കുന്നത്. ഇതെല്ലാം അവരെഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? എബ്രായ ഭാഷയിലല്ല എഴുതുന്നത്, അവർ അരാമ്യ ഭാഷയിലാണ് എഴുതാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് പറ്റിയെന്നറിയാം, വേദപുസ്തകത്തിൽ രണ്ട് അക്ഷരങ്ങളാണ് കിടക്കുന്നത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകങ്ങളില്ലേ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, മോശയുടെ പുസ്തകം, അതൊക്കെ പഴയ എബ്രായ ലിപിയിലാണ് കിടക്കുന്നത്, എബ്രായ അക്ഷരത്തിലാണ് കിടക്കുന്നത്. എന്നാൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം എഴുതിയ പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അരാമ്യ ലിപിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അരാമ്യ ലിപി, എബ്രായ ഭാഷയിലാണ് എഴുതിയത്, പക്ഷെ അരാമ്യ ലിപിയാണ്. അങ്ങനെ ഒരു തെറ്റ് പറ്റി. അപ്പൊ നമ്മുടെ യേശുക്രിസ്തു സംസാരിച്ചത് അരാമ്യ ഭാഷയാണ് കേട്ടോ. ഇപ്പൊ കർത്താവിന്റെ കാലത്തൊക്കെ അരാമ്യ ഭാഷയിലാണ് യേശുക്രിസ്തു. തലിതകുമി ബാലെ എഴുന്നേൽക്ക് എന്നൊക്കെ എഴുതിയിട്ടില്ലേ? എഫത്ത, ചെവി കേൾക്കാൻ മേലാത്തവരോട് പറഞ്ഞില്ലേ, എഫത്ത അരാമ്യ ഭാഷയാ. തുറന്നു വാ. ഓ, അന്ന് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഇസ്രയേലിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അരാമ്യ ഭാഷയാണ്, എബ്രായ ഭാഷയല്ല. എന്നാൽ എല്ലാവർക്കും എബ്രായ ഭാഷ അറിയാം. കാരണം അവർക്ക് എന്താണെന്നറിയാമോ, വിശുദ്ധ ഗ്രന്ഥം വായിക്കണ്ടേ, അവർക്ക് വേദപുസ്തകം വായിക്കണ്ടേ. അപ്പൊ ഈ വേദപുസ്തകം വായിച്ചു കേൾക്കാനും മതപരമായ ആവശ്യങ്ങൾക്കും അവര് എബ്രായ ഭാഷ പറയുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ എബ്രായ ഭാഷ പോലും അരാമ്യ അക്ഷരങ്ങൾ കൊണ്ട് അവര് എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ, ഭാഷ കലങ്ങിപ്പോയി, എല്ലാം കിടന്ന് കുഴഞ്ഞുപോയി. ഈ BC ഒരു 4-ാം നൂറ്റാണ്ടോടൊക്കെ അടുത്തപ്പോഴത്തേക്ക് ഈ എബ്രായ ഭാഷയ്ക്ക് ഒരു ഗ്രീക്ക് തർജ്ജമയുണ്ടായി. അതിന്റെ ചരിത്രം ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നമുക്കത് പറയാൻ പോയ സമയം പോകും, കാരണം ഇച്ചിരി ദീർഘമാണ്. എന്ന് പറഞ്ഞാൽ എബ്രായ ബൈബിള് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. പുതിയ നിയമമെല്ലാം ഗ്രീക്ക് ഭാഷയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് തുടങ്ങുന്നതിന് മുമ്പേ BC 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടാ പറയുന്നത്. എബ്രായ ബൈബിൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. നമ്മളാരും അല്ല, അത് തർജ്ജമ ചെയ്തതും തനി എബ്രായരെ വിളിച്ചുകൊണ്ട് വന്ന ഓരോ ഗോത്രത്തിൽ നിന്നും 6 പേര് വെച്ച് 72 പേരായിരുന്നു വരേണ്ടത്. പക്ഷെ അവർ യാത്ര ചെയ്ത് വരവേ പണ്ടത്തെ കപ്പലിലൊക്കെ അല്ലേ വന്നതേ, ഇടയ്ക്ക് 2 പേര് മരിച്ചുപോയി. അവസാനം 70 പേര് ശേഷിച്ചു. ആ 70 പേര് ഈ എബ്രായ ബൈബിളിനെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അതുകൊണ്ട് ആ ഗ്രീക്ക് ഭാഷയിലുള്ള ബൈബിളിനെ വിളിക്കുന്നത് തന്നെ 70 എന്നാണ്. 70 ഗ്രീക്ക് ഭാഷയിൽ 70 എന്നുള്ളതിന് വിളിക്കുന്ന പേരാണ് സെപ്റ്റ്വീജിന്റ്. കേട്ടിട്ടുണ്ടോ പദം? സെപ്റ്റ്വീജിന്റ് എന്ന് എഴുതണേ, സെപ്റ്റുവജന്റ് അല്ല, സെപ്റ്റ്വീജിന്റ്. അതിനെങ്ങനെയാ സ്പെല്ലിംഗ് പറഞ്ഞു തരുന്നത് എനിക്കറിഞ്ഞില്ല. സെപ്റ്റ്വീജിന്റ്. അപ്പൊ സെപ്റ്റ്വീജിന്റ് എന്ന് പറഞ്ഞാൽ 70 എന്നാ കേട്ടോ. കാരണം 70 പേരിരുന്ന് തർജ്ജമ ചെയ്തു വേണ്ട. ഇല്ലേ മലയാളത്തിൽ അതിനെ സപ്തതി എന്ന് പറയും. സപ്തതി. ഇല്ലെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്, എന്താണെന്നറിയാമോ? നിങ്ങൾ ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ L ഒന്ന് എഴുതിക്കേ. എൽ അതിന്റെ വലതുവശത്ത് X ഒന്ന് എഴുതിക്കേ. എക്സ് എഴുതിയോ? ഇനി അതിന്റെ വലത് ഒരു X കൂടെ ഇട്ടേ. അപ്പം LXX വലിയ അക്ഷരത്തിലാണ്. LXX എന്നല്ലേ?
നിങ്ങൾക്കറിയാം ഈ ഗ്രീക്ക് ഭാഷയുടെ രീതി അനുസരിച്ചും ഇംഗ്ലീഷ് എല്ലിന് റോമൻ നിയമം അനുസരിച്ച്, നിങ്ങൾക്കറിയാവോ റോമൻ ലെറ്റർ അറിയാവോ? റോമൻ ലെറ്റർ 1, 2, 3 എന്നൊക്കെ നമ്മൾ എഴുതുന്ന ഓർക്കുന്നുണ്ടോ? റോമൻ ലെറ്ററിൽ 1 മുകളിലും താഴെ ഒരേ വെട്ട് അല്ലെ? 2 പറഞ്ഞാൽ 2, 3 പറയുന്നത് 3, 4 പറഞ്ഞാൽ ആദ്യം ഒരു ഐ എഴുതിയിട്ട് ഇപ്പുറത്ത് ഒരു വി എഴുതുക, 4. 5 പറയുമ്പോൾ ഒരു വി മാത്രം എഴുതുക. 6 പറയുമ്പോൾ ഒരു വിക്ക് വലതുവശത്ത് 1 ഇടുക. അറിയാതെ അത് 10 എക്സ് ഇല്ലേ? 10 എക്സ് റോമൻ ലെറ്റർ അത്. അപ്പൊ എല്ലെന്ന് പറഞ്ഞാൽ എത്രയാ? റോമൻ അക്കത്തിൽ എല്ലെന്ന് പറഞ്ഞാൽ എത്രയാ? 50 കേട്ടോ. സി എന്ന് പറഞ്ഞാൽ 100. സി എന്ന് പറയുന്നത് 100. അപ്പോ 50 എല്ലെന്ന് എഴുതിയ 50. ഇനി 50ന്റെ കൂടെ എക്സ് എന്ന് എഴുതിയ എത്രയാ? എക്സ് 10 അല്ലേ? അപ്പൊ 50 10 എത്രയായി? 60. ഒരു എക്സും കൂടെ എഴുതിക്കേ, അപ്പൊ എത്രയായി? 10 കൂടെ കൂട്ടിക്കേ. 50 10 60 10 70. അതാ ആ പുസ്തകത്തിന്റെ പേര്. LXX എന്ന് എഴുതിയാലും മതി കേട്ടോ. അങ്ങനെ ആളുകൾ വിളിക്കാറുണ്ട്. ചില പുസ്തകങ്ങളിൽ LXX എന്നോ, ചില പുസ്തകങ്ങൾ സെപ്റ്റ്വീജന്റ് എന്നോ, ചിലയിടത്ത് സപ്തതി എന്നോ ഒന്ന് എഴുതിയാൽ വരണ്ടു പോകണ്ട, എല്ലാം ഒന്ന് തന്നെയാ. നിങ്ങളെ ഇനി ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങും പുസ്തക സംബന്ധമായി. അപ്പൊ അതിന്റെ ചില ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞു തരിക, അബദ്ധം പറ്റരുത്. അത്യാവശ്യം ഞാൻ എഴുതുന്ന പല പുസ്തകങ്ങളിലും ഇങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെപ്റ്റ്വീജന്റിൽ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ LXXൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും എഴുതാറുണ്ട്. അപ്പൊ പലരും ഫോൺ വിളിച്ചൊക്കെ ചോദിക്കും, സാറേ എന്ന് പറഞ്ഞ എന്നതാ? അത് വരാതിരിക്കാനാ ഈ മുൻകൂട്ടി പറഞ്ഞു തരുന്നത്. ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെ പഠനമായതുകൊണ്ട് പലയിടത്തും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അബദ്ധം പറ്റാതിരിക്കാൻ. അപ്പൊ ഈ സെപ്റ്റ്വീജന്റ് ബൈബിളിലും ഉണ്ടല്ലോ. സെപ്റ്റ്വീജന്റ് എന്ന് പറഞ്ഞാൽ എബ്രായ ബൈബിളിനെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകത്തിന് വിളിക്കുന്ന പേരാണ് LXX അല്ലെങ്കിൽ സെപ്റ്റ്വീജന്റ്. അത് മനസ്സിലായോ? എബ്രായ ഭാഷ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത ബൈബിൾ LXX. അങ്ങനെ എബ്രായ ഭാഷ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ പഴയ നിയമത്തിൽ എവിടെയെല്ലാം ഖഹൽ എന്ന് ഉപയോഗിച്ചോ അവിടെയെല്ലാം ഗ്രീക്കിലേക്ക് എക്ലീസിയ എന്ന് ഉപയോഗിച്ചിരിക്കും. അർത്ഥാൽ 2 ഭാഷ അന്നേ ഉള്ളൂ, 2 ഒരേ അർത്ഥമുള്ള പദമാണ്. ഖഹൽ, ഖഹൽ ഞാൻ പറഞ്ഞ ക്യൂ ആണ്, അതുകൊണ്ട് ഇച്ചിരി നിങ്ങളൊന്ന് വെറും കായ അല്ല. അപ്പൊ ഖഹൽ നഖോന്ന് എഴുതുന്ന കാഹ എഴുതിയാൽ കൊള്ളാം. ഖഹൽ, ആ ഖഹലാണ് ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ എക്ലീസിയ എന്ന് വിളിച്ചത്. എക്ലീസിയ. ഈ എക്ലീസിയ എന്നുള്ള പദം വന്നത് എന്നാന്നറിയാമോ? സത്യത്തിലെ ഗ്രീക്കിലെ 2 ഘടകപദങ്ങൾ ചേർന്ന എക്ലീസിയ എന്ന പദം ഉണ്ടായത്. അപ്പൊ നോക്കണേ, ഈ പദം എല്ലാം നിങ്ങൾ പഠിക്കണേ. ഒന്ന് ഞാൻ പറഞ്ഞു സഭ, മലയാളത്തിൽ പറഞ്ഞു. സഭ എന്ന് പറഞ്ഞാൽ ഒരേ അനേകം പേർ ഒന്നിച്ചു കൂടുന്നതും എല്ലാവരും ഒരേ നിലയിൽ ശോഭിക്കുന്നതുമായ സ്ഥലമാണ് സഭ. സഭ. കഹൽ, കഹൽ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു കൂട്ടുന്ന സദസ്സിനെ വിളിക്കുന്ന പേരാണ് കഹൽ. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞു എക്ലീസിയ. എക്ലീസിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയാൻ പോവുക, അത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഗ്രീക്കിൽ 2 ഘടകപദങ്ങൾ ചേർന്ന 2 പദം കൂട്ടിച്ചേർത്തതാണ് സത്യത്തിൽ ഈ എക്ലീസിയ. ശ്രദ്ധിച്ച് കേൾക്കണം, ഏതൊക്കെയാന്ന് പറയാം. 1 എക്, എക്. 2 കലേയോ, കലേയോ, കലേയോ. എക്, എക്, എക് എന്ന് പറഞ്ഞ പുറത്തേക്ക്. എക്, എക് എന്ന് പറഞ്ഞ പുറത്തേക്ക്, പുറത്തേക്ക്. ഔട്ട്, ഇംഗ്ലീഷിൽ നമ്മൾ പറയല്ലേ ഔട്ട്, ഔട്ട്, പുറത്തേക്ക്. ഗോ ഔട്ട് എന്നൊക്കെ നമ്മൾ പറയല്ലേ, ഔട്ട്, ഔട്ട്.
OUT, ഔട്ട്. അപ്പൊ എക് എന്ന് പറഞ്ഞ ഔട്ട്, പുറത്തേക്ക്. കലയോ, കലയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നർത്ഥം. കോൾ, ടു കോൾ. കലയോ, കലൈൻ, അതിന്റെ നാമപദമാണ് കലൈൻ. കലയോ എനിക്ക് വെർബാണ്. കലയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഇനി ഇതൊന്ന് കൂട്ടി പറഞ്ഞേ, എക് പുറത്തേക്ക്, കലയോ വിളിക്കുക. ഇനി ഇത് കൂട്ടി പറഞ്ഞേ, പുറത്തേക്ക് വിളിക്കുക, പുറത്തേക്ക് വിളിക്കുക. അതാ സഭ. പുറത്തേക്ക് വിളിക്കപ്പെട്ടവരാ സഭ. നമ്മൾ ആരാ? നമ്മൾ പുറത്തേക്ക്. ഏതിന്റെ പുറത്തേക്ക്? ഏതിൽ നിന്നും പുറത്തേക്ക്? ലോകത്തിൽ നിന്നും. ഈ ലോകത്തിൽ നിന്നും പുറത്തേക്ക് വിളിക്കപ്പെട്ടവരാ നമ്മൾ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ലോകപ്രകാരം ജീവിക്കേണ്ടവരല്ല. ലോകത്തിന്റെ നീതിയും നിയമങ്ങളും അല്ല നമ്മുടെ നീതിയും നിയമവും. ലോകത്തിന്റെ ഭാഷയല്ല നമ്മുടെ ഭാഷ. ലോകത്തിന്റെ ജീവിത രീതി അല്ല നമ്മുടെ ജീവിത രീതി. ലോകത്തിന്റെ നിലവാരം, സ്റ്റാൻഡേർഡ് അല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. നമുക്ക് എല്ലാത്തിനും വ്യത്യാസമില്ലേ? എല്ലാത്തിനും വ്യത്യാസമില്ലേ? ലോകക്കാര് പറയുന്നതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുവോ? നമ്മുടെ അയൽവക്കത്തെ രക്ഷിക്കപ്പെടാത്തവൻ പറഞ്ഞു നടക്കുന്ന ഭാഷ നമ്മൾ പറയുവോ? അവര് വസ്ത്രധാരണം ചെയ്ത പോലെ നമ്മൾ ചെയ്തുകൊണ്ട് നടക്കുവോ? അവര് ഒരുങ്ങിക്കെട്ടി പോകുന്ന പോലെ നമ്മൾ ഒരുങ്ങിക്കെട്ടി പോവുമോ? അല്ലേ? അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ ചിന്താശൈലിയാണോ നമ്മുടെ ചിന്താശൈലി? നമുക്കെല്ലാത്തിനും ഒരു പ്രമാണം ഉണ്ടല്ലേ? നമ്മൾ വേർപെട്ടവരല്ലേ? അല്ലേ? അതുകൊണ്ടാണ് നമ്മളെ വേർപെട്ടവർ എന്ന് വിളിക്കുന്നത്. ഈ വേർപെട്ടവർ എന്ന് വിളിക്കുമ്പോൾ വേർപെട്ടവരല്ല കേട്ടോ, നമ്മൾ വേർപെട്ടവരാ. ഈ ചിലക്ക് അങ്ങനെ എഴുതുന്നുണ്ട്, വേരെല്ലാം പട്ടുപോയ പലരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അവരും വേർപാടുകാരാന്ന് പറഞ്ഞാണ് നടക്കുന്നത്, നമ്മുടെ കൂടെ വേർപെട്ടവരാന്നാണ്. സത്യത്തിൽ അവര് വേർപെട്ടവരല്ല, അവര് പലരും വേർപാട്ടവരാ. നമുക്ക് വേരുള്ളവരാ കേട്ടോ, അത് നമ്മൾ വേർപെട്ടവർ. അപ്പൊ അത് പ്രത്യേകിച്ച് ഓർത്തോണം. നമുക്ക് വേരുണ്ട് കേട്ടോ, നമുക്ക് വേരുണ്ട്, നമുക്കേ വേരുള്ളൂ. പക്ഷേ നമ്മൾ വേർപെടുക ചെയ്തേ. വേർപെടുക, മാറുക, മാറിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിത മൂല്യങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ ശൈലി, ഇല്ലേ, നമ്മുടെ ഒരുക്കം മറ്റുള്ളവർ ഒരുങ്ങുന്ന പോലാണോ നമ്മൾ ഒരുങ്ങുന്നത്? അല്ലല്ലോ. എന്തൊരു വ്യത്യാസം അല്ലേ? അവരാണ് എന്തെല്ലാം കാട്ടിക്കൂട്ടിയ ഒരുങ്ങി ഇറങ്ങുന്നേ. നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ല. ആഭരണം പോലും നമ്മുടെ നാട്ടിൽ പെന്തിക്കോസുകാർ ഉപയോഗിക്കുന്നില്ല. കേരളത്തിലെ കാര്യാ പറഞ്ഞു, കേരളം വിട്ട് പുറത്തോട്ട് പോയാലുണ്ട്. പിതാക്കന്മാര് നമ്മളെ പഠിച്ചതനുസരിച്ച് ആഭരണം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ക്യൂടെക്സ് ഇടുന്നില്ല, നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നില്ല, അല്ലേ? നമ്മൾ കൊമ്പമ്മീശ വെച്ചുകൊണ്ട് നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ശൈലി. അതുപോലെ നമ്മുടെ സംസാരം നാട്ടുകാർ വർത്താനം പറയുന്ന പോലാണോ? അയ്യോ, അതിനേക്കാൾ കേമത്തോടെ വർത്താനം പറയുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പോരുത് കേട്ടോ. അതല്ല 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 അത് തെറ്റാണ്. നമ്മള് വിളിച്ചു മാറ്റി നിർത്തപ്പെട്ടവരാണ്, ലോകത്തിൽ നിന്നും വേർപെട്ടവരാണ്. എക്ലീസിയ, പുറത്തേക്ക് വിളിക്കുക. എക്ലീസിയ സത്യത്തിൽ ആ പദത്തിന്റെ അർത്ഥമാണ് പുറത്തേക്ക് വിളിക്കുക. എന്നാൽ വേദപുസ്തകപരമായിട്ട് എക്ലീസിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന എക്ലീസിയ എന്ന പദത്തിന്റെ വേദപുസ്തകാർത്ഥം, വേദപുസ്തകത്തിന്റെ ധ്വനി. മറ്റേത് ഞാൻ വാച്യാർത്ഥമാ പറഞ്ഞത്, ആ പദത്തിന്റെ അർത്ഥം പറഞ്ഞേ. എക് കലയോ, അതാ എക്ലീസിയ. അപ്പൊ പുറത്തേക്ക് വിളിക്കുക എന്നാൽ അതിന്റെ പൂർണ്ണാർത്ഥം വേദപുസ്തകപരമായി ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കപ്പെട്ട
separated for a holy purpose. ഒരു വിശുദ്ധമായ ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാ, അതുകൊണ്ടാണ് നമ്മൾ വേർപെട്ടവർ എന്നൊക്കെ പറഞ്ഞ്. അവിടെയാണ് ഈ വേർപാടും വിശുദ്ധിയും ഒക്കെ വരുന്നത്. ഇന്നതെല്ലാം കുറഞ്ഞു പോയി. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പഴയ കാലഘട്ടങ്ങൾ അതിലൊക്കെ വളരെ നിഷ്കർഷയുള്ളവരായിരുന്നു. അവിടേക്ക് തിരിച്ചു വരണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. വേർപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാരും വർത്താനം പറയുന്ന പോലെ നമ്മൾ വർത്താനം പറയുകയല്ല. അവരുടെ ഭാഷ നമുക്ക് പറയാൻ പറ്റുകയല്ല. അവരുടെ ശൈലിയല്ല നമ്മുടെ സംസാരം. അവരുടെ ജീവിത രീതിയല്ല നമ്മുടെ ജീവിത രീതി. അവരുടെ കാഴ്ചപ്പാടല്ല നമ്മുടെ കാഴ്ചപ്പാട്. അല്ലേ? അവരുടെ നീതിബോധമല്ല നമ്മുടെ നീതിബോധം. നമുക്കെല്ലാത്തിനും ഒരു വ്യത്യാസമുണ്ട്. ഉണ്ടെന്നല്ല, ഉണ്ടായേ പറ്റും. അതാണ് സഭയുടെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? ഒരു പദം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ചില പദങ്ങൾ പഠിക്കുകയായിരുന്നു നമ്മൾ ഇന്ന്. തുടക്കമല്ലേ? അപ്പൊ അതുകൊണ്ട് ചില പദങ്ങൾ പഠിക്കുക. ഒന്ന്, സഭ എന്ന മലയാളം പദം. രണ്ട്, അതേ അർത്ഥം വരുന്ന എബ്രായ പദം കഹൽ, കഹൽ, അതിന്റെ അർത്ഥം. മൂന്ന്, ഗ്രീക്ക് ഭാഷയിൽ എക്ലീസിയ. ഇനി നാല് അതിന്റെ ഇംഗ്ലീഷ് കൂടെ പഠിക്കണ്ടേ? സഭ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നേ? സഭ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത്? ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പേരാണ് ചേർച്ച്, അല്ലേ? ചേർച്ച്, ചേർച്ച് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ചർച്ച്. സത്യത്തിൽ ചർച്ച് നമ്മളിതെല്ലാം മലയാളത്തിലാക്കിയല്ലോ, അല്ലേ? സെഫ്റ്റി അപ്പൻ. സേഫ്റ്റി പിന്നിന് നമ്മൾ പറയുന്നതാ, സേഫ്റ്റി പിന്നിന് സെറ്റി അപ്പൻ. ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിലാക്കി പറയുക. ഹെയർ പിൻ, നമ്മുടെ അമ്മച്ചിമാരൊക്കെ തലയിൽ കുത്തുന്ന പണ്ടത്തെ ഹെയർ പിൻ, നമ്മൾ അതിനെ വിളിച്ച് എയർപ്പൻ. മക്കളെ, എന്റെ ആ എയർപ്പൻ ഇങ്ങെടുത്തോളാൻ പറയുന്നു. സത്യ ഹെയർ പിന്നാണിത്. ഹെയർ പിന്നുള്ള നമ്മളിപ്പോ എയർപ്പൻ, സെറ്റി അപ്പൻ, എന്തല്ല പരിപാടികളാണെന്നറിയോ നമ്മളിത് മലയാളീകരിച്ച്. സത്യത്തിൽ ഇംഗ്ലീഷിൽ അത് വിളിക്കുന്നത് ചേർച്ച് കേട്ടോ, ചേർച്ച്. അതെങ്ങനെ മലയാളത്തിൽ എഴുതണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ CHURCH ആ പദമാണ് ചേർച്ച്. വായിക്കേണ്ടത് ചേർച്ച് എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കേണ്ടത്. സായിപ്പന്മാര് പറയുന്ന ഒന്ന് കേട്ടോണം എങ്ങനെയാന്നേ. ചേർച്ച്, ചേർച്ച്. അപ്പോ ആ പദം നമ്മൾ ചേർച്ച് എന്ന് പറയുക, ഇംഗ്ലീഷിൽ തന്നെ പറയുക. ഇംഗ്ലീഷ് പദം ഇംഗ്ലീഷിൽ തന്നെ പറയുക. ഇംഗ്ലീഷ് പദം മലയാളത്തിലാക്കി പറയരുത്, അല്ലേ? നമ്മുടെ മലയാളം പദം ഒന്നും ഇംഗ്ലീഷുകാർക്ക് പറയാൻ പറ്റുകയല്ല. നിങ്ങൾ ഒരു സായിപ്പിനെ വിളിച്ചിട്ട് തിരുവനന്തപുരം എന്നൊന്ന് പറയിപ്പിക്കാവോ? തിരുവനന്തപുരം. അവൻ പറയും നമ്മൾ പറയും സായിപ്പെ അങ്ങനല്ല, അല്ല, തിരുവനന്തപുരം. അവന്റെ നാക്ക് വഴങ്ങുകയല്ലെന്നേ. നമ്മൾ നാക്കുകൊണ്ട് ഗുസ്തി കഥകളി കളിക്കുന്നവരല്ലേ? നമ്മള് നാക്കുകൊണ്ട് തന്നെ കളി കളിക്കുന്നവരാണ്. നമുക്കപ്പൊ തിരുവനന്തപുരം ഒന്ന് തിരിച്ചു വരും. തലശ്ശേരി, സായിപ്പ് പറയും ടൊള്ളിച്ചോറി. നമ്മൾ പറയും കോഴിക്കോട്, സായിപ്പ് പറയും കാലിക്കറ്റ്. അങ്ങനെ അവർക്ക് പറയാൻ പറ്റൂ? അവർക്ക് ഇതൊന്നും പറയാൻ പറ്റുക. അതുകൊണ്ട് ഇംഗ്ലീഷ് പറയുമ്പോ ഇംഗ്ലീഷിൽ പറയണേ. ഇംഗ്ലീഷ് പറയുമ്പോ ഇംഗ്ലീഷിൽ പറയണം. ഞാൻ ഈ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഭാഷ പഠിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. കാരണം ഞാന് ഡിഗ്രിക്ക് എടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ്. അതുകൊണ്ട് ഇത് പഠിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഷയ്ക്കൊക്കെ വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കും. ചേർച്ച്, ചേർച്ച് എന്ന പദം ഉണ്ടല്ലോ, സത്യത്തിൽ ഇംഗ്ലീഷ് അല്ലത്. ഇംഗ്ലീഷിൽ നിന്ന് വന്നതല്ല, അതും ഗ്രീക്കിൽ നിന്ന് വന്നതാ. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നൊരു പദമാണ്. ഗ്രീക്കിലെ കുറിയാക്കോൺ എന്നൊരു പദമുണ്ട്. കുറിയാക്കോൺ, കുറിയാക്കോൺ. നിങ്ങൾക്കറിയാം ആ പദം? കുറിയാക്കോസ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറിയാക്കോസ്, അത് തന്നെ, അത് തന്നെ, അത് തന്നെ, അത് തന്നെ, അതേ സാധനം. അതിന്റെ നാമപദമാണ് ഈ കുറിയാക്കോസ്. അതിന്റെ അഡ്ജക്റ്റീവ്, നാമവിശേഷണമായി കുറിയാക്കോൺ. കുറിയാക്കോൺ, KURIAKON, കുറിയാക്കോൺ.
കുറിയാക്കോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാവോ? കുറിയാക്കോസ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഇല്ല. നമ്മുടെ അയൽവക്കംകാരനെ നമ്മൾ വിളിക്കുന്ന പേര് കുറിയാക്കോസ് എന്നാ അല്ലേ? കുറിയാക്കോസ് എന്നുള്ള പേരിന് അർത്ഥമുണ്ട്. ഗ്രീക്കാ അത് കേട്ടോ, ഗ്രീക്ക് പദവാ. കുറിയാക്കോസ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന അർത്ഥം, ദ ലോർഡ്. ഇതുവല്ല അറിഞ്ഞിട്ടാണോ നമ്മള് കുറിയാക്കോസേനെ വിളിച്ചത്? കർത്താവേന്നാ നമ്മൾ വിളിച്ചത് അവനെ ഗ്രീക്ക് ഭാഷയിൽ. കുറിയാക്കോസ് എന്ന് പറഞ്ഞ സത്യത്തിൽ ആ കർത്താവ്, നമ്മുടെ കർത്താവിന്റെ കാര്യമായി പറയുന്നേ. കുറിയാക്കോസ് ആരാ സത്യത്തിൽ? നമ്മുടെ യേശു കർത്താവാ കുറിയാക്കോസ് യഥാർത്ഥത്തിൽ. ആ പേരാണ് കള്ളും കുടിച്ച് നടക്കുന്ന അയൽവക്കംകാരന് കിട്ടിയിരിക്കുന്നത്. കർത്താവ് ഇപ്പം കള്ളും കുടിച്ച് 4 കാലല്ല വരുന്നത്. എന്തെല്ലാം അബദ്ധങ്ങളെ കാട്ടിക്കൂട്ടുന്നത് കണ്ടോ? കുറിയാക്കോസ് അതിൽ നിന്നുണ്ടായ പദമാണ് കുറിയാക്കോൻ. കുറിയാക്കോൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ വകയെന്ന, കർത്താവിൻ്റെത് അഡ്ജക്റ്റീവാണ്, നാമവിശേഷണമാണ് കർത്താവിൻ്റെത്. ഈ പദം നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണാം. എവിടാന്നറിയാമോ? 2 നിങ്ങൾ ഈ പദം ശ്രദ്ധിച്ചോണേ. 1 കൊരിന്തി 11:20 അവിടെ കർത്താവിന്റെ അത്താഴം എന്ന് എഴുതി വെച്ചിട്ടില്ലേ? കർത്താവിന്റെ അത്താഴം. അവിടെ എഴുതിയിരിക്കുന്നത് കുറിയാക്കോണാണ്. കുറിയാക്കോൺ, കർത്താവിന്റെ അത്താഴം. പിന്നെ ഒരിടത്തും കൂടി എഴുതിയിട്ടുണ്ട് ഈ പദം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കർത്തൃദിവസം നമ്മൾ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ കർത്താവിന്റെ ദിവസം എന്നാണ് അവിടെ വരേണ്ടത്. അതിനെയാണ് നമ്മൾ കർത്തൃദിവസം. വെളിപ്പാട് 1:10. അപ്പൊ കുറിയാക്കോൺ എന്ന് പറഞ്ഞ കർത്താവിന്റെ വകയെന്നാണ്, കർത്താവിന്റെ വകയെന്നാണ്. അപ്പൊ ഈ പദം കുറിയാക്കോൺ എന്നുള്ള പദം ജർമ്മൻ ഭാഷയിൽ, ജർമ്മൻ ഭാഷയിൽ ചെന്നപ്പം കെർച്ചി എന്നായി. കെർച്ചി, KIRCHE, കെർച്ചി. ഈ പദം ജർമ്മൻ ഭാഷയെന്ന് സ്കോട്ടിഷ് ഭാഷ, സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് 3ആയിട്ടാണ് പണ്ട് തിരിച്ചിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട് അല്ലെ? നമ്മുടെ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ. നമ്മുടെ കേരളം പണ്ടത്തത് അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ കേരളം എന്ന് മൊത്തം പറയും. പണ്ടത്തെ ആളുകളാണെങ്കിൽ കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്ന് പറഞ്ഞ പോലെ. പണ്ട് സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട് എന്നാ പറഞ്ഞിരുന്നത്. അതിൽ ഈ സ്കോട്ട്ലൻഡിൽ സത്യം പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഭാഷ തനി ഇംഗ്ലീഷ് അല്ല, വ്യത്യാസമുണ്ട്. സ്കോട്ടിഷ്. ആ സ്കോട്ട്ലൻഡിൽ കർത്താവിന്റെ വക എന്ന് പറയാൻ, അവര് കിർക്ക്, KIRK, ജർമ്മനി കെർച്ചി. അത് സ്കോട്ട്ലൻഡ് ഭാഷയിൽ വന്നപ്പോ കെർക്ക് എന്നായി. അത് ഇംഗ്ലീഷിൽ വന്നപ്പം ചേർച്ച് എന്നായി. അങ്ങനെ ഈ ചേർച്ച് വന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ഞങ്ങളുടെ ചർച്ചിൽ പോവുക എന്ന് ഈ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നേ? ഞങ്ങളുടെ ചർച്ചില് 3 ദിവസം ഉപവാസം. എന്റെ പൊന്നെ, ചേർച്ച് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്നാന്നറിയാവോ? മനസ്സിലായ? ചേർച്ച് എന്ന പദത്തിന്റെ അർത്ഥം എന്നാന്നറിയാവോ? കർത്താവിന്റെ വകയെന്ന, യേശുവിന്റെ ഉടമസ്ഥതയെ കാണിക്കുന്ന പദമാണ്. എന്നിട്ടാ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഉപ്പാപ്പന്റെ സഭയെന്ന്. എന്റെ പൊന്നു കുഞ്ഞ, നിന്റെ ഉപ്പാപ്പൻ ഏത് സഭയാ സ്ഥാപിച്ചത്? എന്റെ അമ്മാച്ചന്റെ സഭ, എന്റെ അപ്പന്റെ സഭ. നിന്റെ അപ്പനാണോ ചങ്കിലെ ചോര കൊടുത്തത് സഭ? ചില വീരന്മാരൊക്കെ ഇപ്പൊ നമ്മുടെ സഭയിലൊക്കെ ചില മൂപ്പന്മാരുണ്ട്. ഈ മൂപ്പന്മാരെന്ന് പറഞ്ഞാലേ ഈ പണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഇപ്പൊ അതല്ല, ഈ സഭയിലെ മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ഇരുന്ന് മൂത്തു പോയതാ. അതുകൊണ്ടാണ് ഈ മൂപ്പനെ വിളിക്കുന്നത്. സഭയിൽ ഇരുന്ന് അവര് മൂത്തുപോയി. ഇങ്ങനെ ചില മൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് എഴുന്നേറ്റ് കൊണ്ട് പറയും എന്റെ സഭയിൽ ഞാൻ അനുവദിക്കുകയല്ല. പാസ്റ്റർക്കെതിരെയായി പറയുന്നത്. എന്റെ സഭ, ഇയാൾ അപ്പം കണ്ടതാണ് ഈ സഭ.
ഇയാൾ അപ്പനാണോ ചോര കൊടുത്തത്? സഭ ആരുടെയാ? എന്റെ പൊന്നു കുഞ്ഞാ, നിന്റെ അമ്മാച്ചന്റെ, നിന്റെ അപ്പന്റെ, നിന്റെ ഭർത്താവിന്റെ ഒന്നും അല്ല. സഭയ്ക്ക് ചോര കൊടുത്തത് യേശുവാ. അത് മനസ്സിലാക്കണം. ചങ്കിലെ ചോര കൊടുത്ത് വീണ്ടെടുത്ത ദൈവമക്കളെ യേശുവാണ് വേണ്ടത്. അതുകൊണ്ട് സഭ യേശുവിന്റെയാ. അതുകൊണ്ട് ആരും അവകാശവാദം ഒന്നും പറയാൻ പോകരുത് കേട്ടോ. അവസാനം സഭയെ വഴക്കുണ്ടായപ്പോഴത്തേക്ക് മൂപ്പൻ പ്രതിപുരുഷൻ, അതുകൊണ്ട് അങ്ങനെ ഒരു പേരാണ്. സത്യത്തിൽ അവൻ പ്രതിപുരുഷനല്ല, പ്രതികാര പുരുഷനാ. അവൻ തമ്പേറ് കൊടുത്തോണ്ട് പോയെന്ന് അങ്ങോട്ട് കൊട്ടു ഇനി കാണട്ടെന്നും പറഞ്ഞു. ഒരു പ്രതിപുരുഷൻ തമ്പേറ് കൊടുത്തോണ്ട് പോയി, വേറൊരു പ്രതിപുരുഷൻ പായു കൊടുത്തോണ്ട് പോയി. സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കിയതാ. എടാ, ആർക്കടാ പോയത്? നിന്റെയാണോ സഭ? സഭ യേശുവിന്റെ ആണെങ്കിൽ സഭയെ നോക്കുന്നത് കർത്താവാ. നീ വിചാരിച്ചാലൊന്നും തകർക്കാൻ പറ്റുന്നതല്ല ഇത് കേട്ടോ. നിന്റെ അപ്പം കണ്ട മുതലൊന്നും അല്ല ഇത്. യേശു ക്രൂശിൽ കാൽവറിയിൽ രക്തം ചിന്തി വിലയ്ക്കു വാങ്ങിയതാണ് ദൈവസഭ. അതുകൊണ്ട് ഈ ചോർച്ച് എന്നൊക്കെ നമ്മളങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണെന്നറിയാമോ? 4 തൂണെ കെട്ടിപ്പൊക്കിയ കെട്ടിടത്തെ അല്ല ചോർച്ച് എന്ന് വിളിക്കുന്നത്. യേശു വില കൊടുത്തു വാങ്ങിച്ച കൂട്ടത്തെയാണ് ചോർച്ച് എന്നൊക്കെ പറയേണ്ടത്. ഇന്ന് ഇതൊന്നും അറിയാതാ ചിലർ കിടന്ന് കളിക്കുന്നത്. വെറുതെ അടി വാങ്ങിച്ച് കെട്ടാനായി നോക്കുന്നത്. ഭയപ്പെടണം, പേടിക്കണം. ഇതൊക്കെ പറയുമ്പോ ഉള്ളിൽ ഭയം ഉണ്ടാകട്ടെ. അതുകൊണ്ടേ ഞാൻ സഭയെ തകർക്കാൻ പോകരുത്. നേരമില്ലല്ലേ, ഞാൻ അതുകൊണ്ട് ചിലത് കാണിച്ചേച്ച് പോകായിരുന്നു. അടുത്ത ആഴ്ചയിലാട്ടെ. ബാക്കി നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വടി വെട്ടാൻ പോകുന്നത്.